മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാറിന്റെ മരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബം തന്നെയാണ്, പവാർ കുടുംബം തന്നെയാണ് ഇപ്പോ നിരവധി ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ജനുവരി 28 ആ വിമാനം അപകടം സംഭവിക്കുന്നത് ബരാമതി എയർപോർട്ടിൽ. അദ്ദേഹം മുംബൈയിൽ നിന്ന് വരുമ്പോഴായിരുന്നു ഈ സംഭവം. കാലത്ത് ഒരു 8:46 കൂടിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ അപകടം ദുരൂഹമാണ്, ഇത് പ്ലാൻഡ് ആണ്. ഇത് അദ്ദേഹത്തെ കൊല്ലുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു അപകടമാണ് എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത്. അതായത് BJP യുടെ വളരെ നിർണായകമായിട്ടുള്ള രേഖകളുമായിട്ട് പറന്നിരുന്ന അജിത് പവാറിന്റെ വിമാനം എങ്ങനെ അപകടത്തിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. എന്താണ് എനിക്ക് പറയാൻ? ഇതിൽ അജിത് പവാർ സഞ്ചരിച്ചിരുന്ന വിമാനം ഒരു സാധാരണ അപകടമാണെങ്കിൽ പോലും അതിൽ ദുരൂഹത സംശയിക്കാനുള്ള ധാരാളം കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനെ ആ വേർഷനെ നമ്മൾ ഈ നാച്ചുറൽ ഡെത്ത് അല്ല എന്നുള്ളത്, നാച്ചുറൽ ആക്സിഡൻ്റ് അല്ല എന്നുള്ളൊരു ഇതാണ് നമ്മളെടുത്ത പൊസിഷൻ. അതിന് കാരണങ്ങളുണ്ടായിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം സ്വല്പം ഒന്ന് മാറ്റി പറയണം. അജിത് പവാറിൻ്റെ കുടുംബം എന്നല്ല, കുടുംബത്തിൽ നിന്ന് പറയാം. കുടുംബം മൊത്തം പറയാൻ പറ്റില്ല. പലരുമായിട്ട് പണക്കത്തിലാണ്. അപ്പോൾ ചിലരെങ്കിലും ഈ ഇങ്ങനെ. പിന്നെ രണ്ടാമത്, അജിത് പവാറിൻ്റെ ഭാര്യ മരിച്ച ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സാറിന് 31-ാം തീയതി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരമേറ്റു. അപ്പോൾ ഇതൊക്കെ ചിത്രീകരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഇനി അജിത് പവാർ എന്ന് പറയുമ്പോൾ BJPക്ക് ഇനി അവിടെ ഇനിയും പേടിക്കേണ്ട ഒരു നേതാവ്. ശിവസേന അവരെ ഏറെക്കുറെ ഒരു ലെവലിലാക്കി. അതായത് ശിവസേനയുടെ ഒരു കഷ്ണമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ പവാറിൻ്റെ ഏതെങ്കിലും വിഭാഗത്തിന്, ശരത് പവാറായാലും അജിത് പവാറായാലും നാളെ BJP ഗവൺമെൻറ്റിന് അട്ടിമറിക്കാൻ പറ്റുന്നു എന്നൊരു വസ്തുത, ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അവിടെയുണ്ട്. കാരണം അതെങ്ങനെയാണ് അത് BJP, അതായത് പറഞ്ഞു വരുന്നത് അജിത് പവാറിന് NCP പഴയതിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ലയനം സംഭവിച്ചു കഴിഞ്ഞാൽ അത് BJPക്ക് അപകടമാവും എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടെന്നാണോ? ഉണ്ട്. ആ സ്ഥിതി ഉണ്ടെന്നിരിക്കെ അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ആരുടെയൊക്കെയോ തലയിൽ ഉദിച്ചിരുന്നു എന്നാണോ? അല്ല, അങ്ങനെ ഒരു ലക്ഷ്യം കൊണ്ട് വെറും രാഷ്ട്രീയ അധികാരം മാത്രം ഉദ്ദേശിച്ചായിരിക്കില്ല. പിന്നെ ഇതിനകത്തൊരു പഴയ കാലം തൊട്ടേ പറയുന്നുണ്ട്, നമ്മളെക്കാൾ കരുത്തരുടെ അതിസ്വകാര്യമായ രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് നമുക്ക് അപകടമാണ്. സൂക്ഷിക്കുന്നവൻ അപകടം തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഡ്രൈവർ, ഒരു വലിയ സമ്പന്നൻ്റെ വീട്ടിലെ ഡ്രൈവർ, അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡ്രൈവർ, ആ ഡ്രൈവറാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. എന്നാണെന്നറിയോ? ഒരു സംശയം തോന്നിയാൽ അവനെ ഭൂമി വെച്ചേക്കില്ല. കാരണം എല്ലാ രഹസ്യങ്ങളും ഇവർക്കറിയാം. അങ്ങനെ അജിത് പവാർ BJP ഗവൺമെൻറ് എടുത്ത പല തീരുമാനങ്ങൾ, അവിടെയൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ നമ്മുടെ റോയിയുടെ കാര്യം പറഞ്ഞോളൂ തന്നെ, ഇഷ്ടം പോലെ ഡീലിങ്സും കച്ചവടമുണ്ട്. ഇപ്പം ബോംബെ പൂനെ ഹൈവേയുടെ പണി തന്നെ ഒത്തിരി അഴിമതി ആരോപണങ്ങളാണ്. ഇതിൻ്റെ ഫയലുകളുമായിട്ടാണ് അജിത് പവാർ മഹാരാഷ്ട്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് പടിയിറങ്ങിയതെങ്കിൽ, ഇപ്പുറത്തെ ശരത് പവാറായിട്ടൊരു ഡീലുണ്ടാക്കി NCP യോജിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നെങ്കിൽ അജിത് പവാറിൻ്റെ സ്ഥിതി എന്താവും? ഇതിലിപ്പം ദ ഹിന്ദു പത്രമടക്കം ഇപ്പം ആളുകൾ ഇത് പറയും, നിങ്ങൾക്ക് നാണമില്ലേ, നിങ്ങൾ ദുരൂഹത, ഇങ്ങനെ വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നതെന്ന് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇത് ദ ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ, ദിനപത്രങ്ങൾ, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പത്രങ്ങൾ പോലും തലക്കെട്ട് എഴുതുന്നു. അതായത് പവാർ ഫാമിലി റേസസ് ഡൗട്ട്സ് അബൌട്ട് അജിത് പവാർ എയർ ക്രാഷ് അവർ പറയുന്നു. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ദുരൂഹതകൾ ഒരുപാടാണ്. അപ്പം ഇതിന് പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് BJP ആണോ? BJPയുടെ മാസ്റ്റർ മൈൻഡ് പൊളിറ്റിക്സ് ആണോ ഇവിടെ നടന്നിരിക്കുന്നത്? ഇപ്പൊ ശിവസേനയൊക്കെ അങ്ങനെയാണ് ആരോപിക്കുന്നത്. അതായത് ഇതിന്റെ അകത്ത്, ഈ പ്ലെയിനിന്റെ അകത്ത് ഒരു ബോംബ് പോലും ഒരു പക്ഷേ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോഷൻ. ഇത് വീണപ്പം ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോഷൻ ആണ്. സാധാരണ ഒരു ഹെലികോപ്റ്റർ ക്രാഷിനേക്കാൾ ഭീകരമായിരുന്നു. അതെ, VSR വെഞ്ചറിന്റെ ലിയർ ജെറ്റ് 45 അദ്ദേഹം, സ്വകാര്യ വിമാനമാണ്, അതിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അപ്പൊ 8:46 ഇത് താഴത്തേക്ക് വീഴുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോഷൻ, അത് അസ്വാഭാവികമായിട്ടുള്ള എക്സ്പ്ലോഷൻ. അതുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതിന്റെ അകത്ത് ഒരു പക്ഷേ ഒരു ബോംബെങ്കിലും ഇവര് നിക്ഷേപിച്ചിട്ടുണ്ടാവോ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടാവോ. അതായത് ഒന്നിൽ കൂടുതൽ തവണ എക്സ്പ്ലോഡ് ചെയ്തു. അതാണ് സംശയം. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ചാവേറുണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ അകത്തൊരു ചാവേർ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ആ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥനാരെങ്കിലും ചാവേറായിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്ന്
ടേക്ക് ഓഫ് ചെയ്ത സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ എയർപോർട്ടിൽ നിന്ന് അവിടെ വെച്ച് തന്നെ മറ്റാരെങ്കിലും സ്വാധീനിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ 100 ചാൻസുകളുണ്ട്, തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും BJP ആയതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ശരത് പവാറും അജിത് പവാറും കൂടെ യോജിക്കാൻ പോകുന്നു എന്ന ഒരു അപകടകരമായ വിവരം ആർക്ക് കിട്ടുന്നു, അല്ലെ സ്ഫോടനാത്മകമായ വിവരം ആർക്ക് കിട്ടുന്നു? എക്സ്പ്ലോസീവ് ഡോക്യുമെന്റ് എന്തെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ, പൊട്ടിത്തെറി ഉണ്ടാകത്തക്ക ഡോക്യുമെന്റ് ഉണ്ടെന്നിരിക്കട്ടെ, ഇതും കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടാൽ BJP ഗവൺമെൻറ്, ചിലപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് ആയതുകൊണ്ട് BJP ഗവൺമെൻറ്റിനെ മാത്രമല്ല, ഫഡ്നാവിസിനെ മാത്രമല്ല, ചിലപ്പോൾ മോഡിയെയും അമിത്ഷായെയും വരെ ബാധിക്കുന്ന രഹസ്യങ്ങൾ ഈ ഫയൽ ചിലപ്പോൾ ഉണ്ടായും വരും. അദാനിയെ ബാധിക്കുന്ന സംശയങ്ങൾ, അദാനി 100 കേസിൽ കുടുങ്ങിക്കിടക്കാം. അദാനിയെ ബാധിക്കുന്ന കേസുകളുണ്ടായി. ഇപ്പം ശിവസേന MP ആയിട്ടുള്ള സഞ്ജയ് റൌത്ത് ഇപ്പൊ സാറ് പറഞ്ഞ പോലുള്ള ഒരു സംശയമാണ് ഉന്നയിക്കുന്നത്, ആരോപിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, വാസ് അജിത് പവാർ ക്യാരിയിങ് എനി ഇമ്പോർട്ടന്റ് ഫയൽസ് അബൌട്ട് ദ BJP എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കൈവശം ഉണ്ടായിരുന്നോ? നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പ്രമോദ് മഹാജന്റെ കാര്യത്തിൽ ഇത് തന്നെ സംഭവിച്ചു. അതേപോലെ തന്നെ NCP നേതാവായിട്ടുള്ള MP ആയിട്ടുള്ള ബജ്രംഗ് സൊനവാനെയാണ് പറയുന്നത്, ബോംബ് ഹാഡ് ബീൻ പ്ലാന്റഡ് ഓൺ ദ പ്ലെയിൻ. ഒരു പക്ഷേ ഒരു ബോംബ് ആ പ്ലെയിനിൽ അയാൾ കൺഫേം ചെയ്താ പറഞ്ഞത്, ഹാഡ് ബീൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്, ഉണ്ടായിരുന്നിരിക്കണം. അതെ. അപ്പം നമുക്കറിയാം, ആദ്യം മമതാ ബാനർജിയാണ് ഈ വിഷയമായിട്ട് രംഗത്ത് വന്നത്. പിന്നീട് അതിപ്പം പല ആൾക്കാരും ടേക്കപ്പ് ചെയ്യാണ്. അപ്പം അജിത് പവാറിന്റെ ഈ വിമാനം അത് സ്വാഭാവികമായിട്ട് തകർന്നതല്ല, അദ്ദേഹത്തെ ഇല്ലാതാക്കി കളയുക, അദ്ദേഹത്തെ കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നിർമ്മിച്ചെടുത്ത, ആസൂത്രണം ചെയ്ത ഒരു അപകടമാണോ? പിന്നെ വേറൊരു കാര്യം കണ്ടുണ്ട്, അജിത് പവാറും ശരത് പവാറുമായിട്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, വളരെ കൃത്യമായിട്ട് സാറൊന്ന് പറയണം. അദ്ദേഹത്തെ കൊല്ലുക എന്ന് പറയുന്നതാണ് ഉദ്ദേശമെങ്കിൽ ആരെയാണ്? നമ്മൾ നേരത്തെ ഇത് സംസാരിച്ചിട്ടുണ്ട്, ബെനിഫിഷ്യറി ആരാണ് യഥാർത്ഥത്തിൽ? ഇപ്പൊ ഈ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്നായിരുന്നു, പൊടുന്നനെയായിരുന്നു. അതായത് മരണാനന്തര ചടങ്ങുകൾ എന്ന് പറയുന്ന രീതിയിൽ പല രീതിയിലെ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളൊന്നും കൃത്യമായിട്ട് പൂർത്തിയാക്കാതെ പവാർ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ, ശരത് പവാറിന് പോലും യാതൊരു നിർദ്ദേശവും കിട്ടാതെ, മറ്റു പല ആളുകൾക്കും യാതൊരു അറിവുമില്ലാതെയാണ് ഇവരെ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. എന്തിനാണ് അങ്ങനെ കൊണ്ടുവരുന്നത്? നമ്മൾ അറിയേണ്ട കാര്യം, BJPയുടെ ടാക്സിസ് ആണ്. അതെ. ആന്ധ്രയിലെ മക്കളെയും മരുമക്കളെയും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെളിയിച്ചു. പലരും അങ്ങോട്ടും, ജനാർദ്ദൻ റെഡ്ഡി, 100 റെഡ്ഡിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെളിയാണ്. കർണാടകത്തിലും പല പ്രശ്നങ്ങളുണ്ടാക്കി. തങ്ങൾക്ക് എതിരായി വരാൻ സാധ്യതയുള്ളവരെ ഇല്ലാതാക്കുക എന്നുള്ള BJPയുടെ ഒരു ലൈനുണ്ട്. പിന്നെ രണ്ടാമത്, ഞാൻ അതിനേക്കാൾ കൂടുതൽ വേറൊരു ലക്ഷ്യങ്ങളൊക്കെ കാണുന്നു. BJPയുടെ BJPക്ക് വേണ്ടി മറ്റാരെങ്കിലും അതാനിയോ അല്ലെങ്കിൽ വൻ പാർട്ടികൾ ചെയ്തതായിരിക്കും BJPക്ക് വേണ്ടി. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റ് BJPയുടെ പ്രതിഫലം പറ്റി BJPയുടെ സഹായത്താൽ അധികാരത്തിൽ നിലനിന്ന, ഇനി കാലുമാറാൻ സാധ്യതയുള്ള മുഖ്യമന്ത്രിമാർക്ക് അല്ലെ അതുപോലുള്ള സ്ഥാനത്തേക്ക് എന്നവർക്കൊരു വാണിംഗ് സിഗ്നലാണ്. ഉദാഹരണം പിണറായി വിജയൻ. മോഡിയുടെ കാരുണ്യത്താൽ മാത്രമാണ്. നാളെ മോഡി ഉപദ്രവിക്കാൻ അല്ലെ മോഡിക്കെതിരായ ഒരു നിലപാടെടുത്താൽ, പിണറായി വിജയൻ ഒത്തിരി കാര്യങ്ങൾ അറിയാം അല്ലേ, ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ അറിയാം. അപ്പം അങ്ങനെ നിലപാടെടുത്താൽ അങ്ങനെയുള്ളൊരു ഒഴിവാക്കും. പിണറായി വിജയനൊക്കെ സൂക്ഷിക്കേണ്ട ലിസ്റ്റിൽപ്പെട്ട കാര്യത്തിൽ. കാരണം BJPയുടെ ബെനിഫിഷ്യറായിട്ട് എവിടെ നിൽക്കുന്നത്, നാളെ അവരെ ചതിച്ചു എന്നുള്ള തോന്നലുണ്ടായി എന്തായിരിക്കും സ്ഥിതി? ഇങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ടാവും, എവിടെയോ ഉണ്ടാകാമെന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ അജിത് പവാർ എങ്ങനെയാണ് ചതിക്കുന്നത്? അജിത് പവാറിന്റെ രേഖകൾ കിട്ടിയിട്ടില്ലേ? ഇപ്പൊ റിയാസിന് നന്ദകുമാറിന്റെ നന്ദകുമാറിന്റെ രേഖകൾ കിട്ടി, അവിടെ മുറി കത്തിച്ച് കളഞ്ഞ് അവിടെ അടിച്ചോടിച്ച് മുഴുവൻ അടിച്ചു തകർത്തില്ലേ? ആ രേഖകൾ എങ്ങനെ അവിടെ നന്ദകുമാർ സർഡയിലുണ്ട് പല രേഖകളും എങ്ങനെ റിയാസിന്റെ വന്നു? ആ രേഖ കൊണ്ട് റിയാസ് പോകുമ്പോൾ നന്ദകുമാർ സ്ട്രോങ് ആണ്, റിയാസിന്റെ സ്ഥിതി തന്നെ ആയിരിക്കും. ആലോചിച്ച് നോക്ക്, പിണറായിയുടെ സ്ഥാനത്ത് അത്രയും പവർ നന്ദകുമാറിനുണ്ടായിരുന്നെങ്കിൽ റിയാസിന്റെ സ്ഥിതി തന്നെ. അപ്പോൾ അത് അപകടകരമായ രേഖകൾ എന്തിനെക്കുറിച്ചാണ്? വസ്തുവായിരിക്കാം, പെണ്ണായിരിക്കാം, വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചായിരിക്കാം, വരാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ചായിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ, വിദേശ രാജ്യങ്ങളായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരിക്കാം. അപ്പോൾ അങ്ങനെ ആ രേഖകൾ കൈവശമുള്ള വ്യക്തിയെ തീർത്ത് കളയുക, ഇല്ലാതാക്കുക. അതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. കാരണം ആ കുടുംബം പോലും, അപ്പൊ അവര് കൃത്യമായിട്ട് ഇപ്പം രോഹിത് പവാറൊക്കെ ആരോപണമായിട്ട് രംഗത്ത് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനം വരും ദിവസങ്ങളിൽ നടത്തുന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയായാലും കുടുംബം ഇപ്പം വിശ്വസിക്കുന്നു ഇതൊരു സ്വാഭാവിക അപകടമല്ല, ഇത് പ്ലാന്റഡ് ആയിട്ടുള്ള, മാസ്റ്റർ മൈൻഡ് ചെയ്തിട്ടുള്ള, ക്രാഫ്റ്റഡ് ആയിട്ടുള്ള, കൊല്ലുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെ നടത്തിയിരിക്കുന്ന ഒരു അപകടമാണ് എന്നാണ്.
ബാരാമതി വെച്ച് തന്നെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ബാരാമതി അദ്ദേഹത്തിന് പവാർ കുടുംബത്തിന്റെ പോക്കറ്റ് ബോറാണ്. അതെ. തറവാട്ട് സ്വത്ത് പോലെയാണ് അവരുടെ MLA യും MP മാരും എല്ലാവരും തന്നെയാണ് പവാർ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ആ ബാരാമതി വെച്ചിട്ട് വേറെ പുറത്തേക്ക് രഹസ്യങ്ങളൊന്നും പോകരുത്. വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പ്ലെയിൻ ക്രാഷ് ഉണ്ടായാൽ ആരുടെ കിട്ടും? ഏതെങ്കിലും രേഖകൾ തെറിച്ച് വന്ന് മറ്റാർക്കെങ്കിലും കിട്ടാം. പുറത്ത് ഔട്ട്സൈഡ് ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെ ഇത് പതിക്കുകയും കത്തിപ്പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ മറ്റുടനെ പോലീസ് കോടൻ വന്ന് വളഞ്ഞവർ കയ്യിലാക്കും. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്നത് കൊല്ലണം എന്നുള്ള ആഗ്രഹത്തെ കൊല്ലലല്ലോ നടത്തിയിരിക്കുന്നത്. അപകടം, എയർ ക്രാഷ്. അതെ. അപ്പോൾ നാച്ചുറൽ അല്ല എന്ന് തോന്നാനുള്ള കാരണങ്ങൾ നമ്മളെ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടം 256 വരുന്ന ആളുകളാണ് മരിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള ഡാറ്റാസ് എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്നൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡാറ്റയും ലഭിച്ചിട്ടില്ല. അതുപോലെ അടുത്ത ദിവസം സെയിം തകരാറ്. പിന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ട്യൂബിന് തകരാറ്. 2 സ്ഥലത്ത് ഇതാ പറ്റി. അപ്പോൾ അത്തരം വിമാനമാണ് ഇപ്പോഴും ഓടിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന ഇത്തരം വിമാന ദുരന്തങ്ങൾക്ക് പിന്നിലുള്ള ആക്ച്വൽ റീസൺ എന്താണെന്ന് നമുക്ക് പോലും കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും നമുക്ക് സംശയിക്കാം ഇതൊക്കെ ആസൂത്രണം ചെയ്ത് നടത്തുന്ന താല്പര്യമുള്ളത് ആരുമാകാം. അപ്പം തീർച്ചയായിട്ടും അജിത് പവാറിനെ ഒഴിവാക്കുക എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഉൾപ്പെടെ സഹായത്തോടെ ആയിരിക്കാം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്.